ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വരുന്ന പോലെ തന്നെ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് വന്നത് നമ്മൾ വലയെടുക്കണം പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ കുറേ ദിവസം ഇട്ട് വെക്കുന്നുണ്ട്. കുറേ പായലൊക്കെ ആയിരുന്നു, നിറയെ പായലായിരുന്നു വലയിൽ. കുറേ ദിവസമായി നമ്മൾ ഇട്ട് വെക്കുന്നുണ്ട്. ഇന്നലെയൊന്നും അത്യാവശ്യം മീൻ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ കുറച്ച് മീൻ കിട്ടിയാലും നമ്മൾ വേണ്ട വെച്ച് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വല ഫുള്ളായി എടുത്തിട്ട് പോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചാക്കും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വലയെടുക്കുക. എത്രത്തോളം മീൻ കിട്ടുമെന്ന് അറിയില്ല. എടുത്ത് നോക്കാം നമുക്ക്. നല്ല വെയിലും ഉണ്ട്. പിന്നെ നമ്മൾ വല എടുക്കുന്നതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കണില്ല. നമ്മൾ വല എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വല എടുക്കുന്ന സമയത്ത് നമ്മൾ കെട്ടിയ ബോട്ടിലൊക്കെ അഴിച്ചു വിട്ടിട്ട് വേണം നമ്മൾ വല എടുക്കാനായിട്ട്. കുളത്തിൽ ചണ്ടികൾ കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ വല എടുത്തിട്ട് പോകുമ്പോൾ ഹ്യൂജ് വെയിറ്റാണ് ക്യാരി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വിസിബിളായിട്ട് അറിയാൻ പറ്റും. ബോബട്ടൻ ഇങ്ങനെ നീങ്ങുമ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് ഫെൽറ്റ് ചെയ്യുന്നത്. നല്ല കാറ്റുണ്ട്. ഇവിടെ വെയിറ്റ് എങ്ങനെയുണ്ട്? അതെ അതെ. ഓടാ പോവട്ടെ. നീന്തലടിച്ചിട്ടേ ബാക്കല്ലേ പോണം, ഫ്രണ്ടിക്കാ പോണ. ഒരുപാട് വെയിറ്റാണ് ബോബേട്ടൻ ക്യാരി ചെയ്തുകൊണ്ട് വരുന്നത്. അതിനനുസരിച്ചുള്ള കാറ്റുമുണ്ട്. ബോബേട്ടൻ അനങ്ങണേ ഇല്ലല്ലോ. ഓ അല്ലേ. എന്താ പോട്ടാ, അനക്കുണ്ടാ? നമ്മൾ വല എടുക്കുമ്പോൾ കുറച്ച് മീനുകൾ കാണുന്നുണ്ട്. പക്ഷെ അത് എടുക്കാനുള്ള നാറിയാ. അയ്യോ അയ്യോ. ആ അതെ 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 അതെ. അയ്യോ. ആഹാ. ഇടയിൽ എണ്ണുണ്ട് അല്ലേ? ഔ. നമ്മൾ ചെറിയ വല എടുത്ത് കയറുകയാണ്. അപ്പം അതിൽ മീനുണ്ടെന്നാണല്ലേ പറയണ പോയിട്ടാ? അയ്യോ. അതെ, നമുക്ക് നോക്കാം അല്ലേ? ആ, മീനൊന്നും ഒരു പറയാനില്ല. ഒറ്റ വലയിലുണ്ട് മീൻ എന്നറിയില്ല. നോക്കി കലക്കി പോട്ടാ. നോക്കി മീനുകള് നന്ദിയുള്ളവനാണ്. പോട്ട രണ്ട് പോട്ടതാ. 1 2 3 4 5 6 7 8 9 10 മീന്. എല്ലാ മീനും ഉണ്ട്. 3-4 പോയി. വേണ്ട എടുക്കാം. ഒന്നും സംഭവിച്ചില്ല. ആ, ജീവനുണ്ട് അല്ലേ? വേറെ ചാക്കിലിടാം. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. കേട് എവിടെ? അനാമസ് അല്ലേ? അത് നല്ല സൈസ് ഇല്ലേ? അടിപൊളി സൈസ് അത്. അതെ, ഇതൊന്നും സംഭവിച്ചു. ഇതേപോലെ കുഴപ്പമില്ലല്ലോ. ആ അതെ. പോട്ടെ, നല്ല സൈസ് പോട്ടെ. 2 പോട്ടെ, നല്ല സൈസ്, കുഴപ്പമില്ല കേട്ടോ.
പക്ഷെ ചത്തു, പക്ഷെ ഒന്നും ആയിട്ടില്ല. ഡബിളായിട്ട് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതെ ഇന്നലെയാണ് മഴ വന്നത്. അതെ, ഇന്നലെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ പ്രതീക്ഷിക്കാത്ത പോലെ എന്നാണല്ലേ കിട്ടിയത്. കുറച്ച് നേരത്തെയാണ് പോവേട്ടാ. നമ്മളൊരു 2 മണിക്കൂർ മുന്നേ ആണെങ്കിൽ ചിലപ്പോൾ രാവിലെ വന്നാണെങ്കിൽ വേറെ പോട്ടകൾ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഇല്ല. ആ അതെ അതെ നേരത്തെ വന്നാണെങ്കിൽ പോട്ട ഇപ്പൊ പട്ട പോലെയൊക്കെ ഉണ്ട്. ആ ആ ഇതൊരു കുഴപ്പമില്ല കേട്ടോ. ശേ, അടിപൊളിയല്ലേ, അടിപൊളി. അല്ല, വിമാനം പോലെ ഉണ്ട്. അതെ, അത് അത് അസല്. ഏ, ഓ നൈസ് നൈസ് നൈസ്. ആ ചത്തില്ലേ, കമ്പൈനായിട്ട് ചത്തു. ദോസ്താണോ പറഞ്ഞു പോയിട്ടാ. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ വലുതുണ്ട്, ബട്ട് എനിക്ക് ഇത് പേഴ്സണലായിട്ട് കുറച്ച് ഫേവറേറ്റ്. കണ്ണി പൊട്ടിക്കേണ്ടി വരുമോ? അതെ, മഴ പെയ്തുകൊണ്ട് നമ്മൾ കുറെ പ്രതീക്ഷയാണ്. ഇതാ അടുത്ത മീനും. ചെറിയ ജോഡിയാണ്. അയ്യോ, കുളത്തിൽ തന്നെ അറിയാട്ടോ. എന്താണെന്നറിയോ, ലാമയും കഴിച്ചിട്ടോട്ടെ. അതും കേട് വന്നു. അയ്യോ, അതും കേട് വന്നു. നമുക്ക് എരിയായില്ലെങ്കിലും ആമയ്ക്ക് എരിയാവട്ടെ അല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോട്ടെ. കേടൊന്നുമില്ലേ, എനിക്ക് സ്മെല്ല് വരുന്നുണ്ട് അത് ആക്ച്വലി. നല്ല സൈസ് പറഞ്ഞ സൈസ്. അയ്യോ, അത് കിട്ടിയാണെങ്കിൽ കലക്കിയില്ലേ കൂട്ടാ. അടിപൊളിയായിരുന്നു. അയ്യോ, ഏത് സമയമാണ് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. അതെ, ഒരു മൈൻഡിൽ തോന്നും എനിക്ക് ഈ ചെറിയ വില എടുക്കണ്ടായിരുന്നു എന്ന്. അതെ, അടുത്ത പോട്ടയാണല്ലേ പോട്ടാ, ജീവനുള്ളതല്ലേ. ഇത് ജീവനുള്ള അസല് മീൻ. ആ, അങ്ങനെ പട്ട് കിടക്കണം നോക്കി. ഇതൊക്കെ ഇപ്പം പട്ട സാധനം പോലെയുണ്ട്. ഇത് നമ്മൾ വന്നാണ്, ചിലപ്പോൾ നേരത്തെ വന്നാണെങ്കിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ടാവില്ല. എന്നല്ല, നാളെ ചിലപ്പോൾ ചത്തിട്ട് കിട്ടിയിട്ടുണ്ടാവും. ചത്തു. ആ, ഇത് ചത്തു അല്ലേ, ഇത് കേട് വന്നു. കളറിൽ നമുക്ക് വ്യത്യാസം അറിയുന്നുണ്ട്. ഈ പോട്ട വേണ്ട. ഇത് നമ്മൾ എത്ര മീനായി ഇപ്പോൾ? 3 മീൻ നമ്മൾ കളഞ്ഞില്ല. ഇതാ മൂന്നാമത്തെ മീനാണ് കളയണം. ഷോ, ഇനി വരണുണ്ട് അല്ലേ. ഇന്നൊരു പോട്ടയുണ്ട്, ഒരു അനാമസും ചത്ത് കിടക്കുന്നുണ്ട്. ഓ, നോക്കണം. അത് കേട് വന്നു. ഇതെടുക്കുക എത്ര ഡിഫിക്കൽട്ടീസ് ആണ് നോക്കി. അസല് റിസ്ക്കും എടുക്കാൻ. നമ്മൾ ഈ ബലം പിടിച്ച് കഴിഞ്ഞാൽ അത് ചാവും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അധികം പ്രസ് ചെയ്യാത്തത്. വില കേട് വരത്തു. സൈസ് അനാമസം അല്ലേ. അയ്യോ, എനിക്ക് ഈ ഡയലോഗാണ് എനിക്ക് പിടിക്കാത്തത്. ചത്ത് നാറിയടാ ഉപയോഗിക്കും. 3 ഇപ്പൊ 3 കളഞ്ഞത്, 4ാമത്തെയാണ് കളയാൻ പോണത്. അല്ല, അനാമസ് പട്ടത് ഇന്ന്
അതെ, ഇപ്പം നമ്മൾ 2 എടുത്തല്ലോ. സൈസ് നോക്ക്, എൻ്റെ സൈസ് നോക്ക്. അതെ, ഏകദേശം പോട്ടനെയും സൈസ് ഉണ്ടോ? ഉറപ്പായി നോക്ക്, സൈസ് നോക്ക്. ഒന്നും ആയിട്ടില്ല, ചെറുതായിട്ട് സ്മെല്ല് വരും. നോക്ക് എത്ര മീനായി നോക്ക്. 4 മീൻ കാണും. ഇല്ല ഒന്നും ഇല്ല. ഇത് വലിയ റിസ്ക് ഇല്ലാത്ത വലയായിരുന്നു. അതെ, ഒരു സ്റ്റെപ്പിൽ തന്നെ എത്ര ആഴല്ലേ. അപ്പോൾ അടുത്തൊരു മീനും കിട്ടിയിരിക്കുകയാണ്. ആ അതെ, നമ്മുടെ പലയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്, എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമുക്ക് പ്രതീക്ഷിച്ചേ ഇല്ല. നമ്മൾ ചെറിയ വിലയിൽ നിറയെ മീൻ കിട്ടിയിട്ടാ. അത്യാവശ്യം മീൻ നിറയെ കിട്ടുകയും ചെയ്തു. ഒരു 3-4 നമ്മൾ ചത്തിട്ട് കളഞ്ഞും ചെയ്തു. സമയം ഒരുപാട് വൈകിയ ശേഷം ഒരുപാട് ചത്ത് ഇത്തിരി വലിയ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കില്ല. അത്യാവശ്യം ചത്തതിന് എടുത്തില്ല, നമ്മളത് കുറച്ച് തന്നെ ഇട്ട് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, കയറിയ ശേഷം കുളിച്ചിട്ട് കയറില്, എന്നാലും വലയൊന്ന് ഫിനിഷ് ആക്കുമ്പോഴേക്ക് കാലിലൊക്കെ ചളിയായി. നമ്മളെ വല ചുറ്റിയതാണല്ലേ? വല എടുത്തു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വല ഇടില്ല. എന്തായാലും നമുക്ക് ചിക്കൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം വല ഇടില്ല. നമുക്ക് ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട്, പ്രതീക്ഷിക്കാത്ത മീനുകൾ. പ്രതീക്ഷിക്കാണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു കുക്കിംഗ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വീഡിയോയിൽ കാണും കേട്ടോ. ഇത് ഒപ്പിക്കുന്ന പരിപാടിയൊന്നും വേണ്ട കേട്ടോ. ഒപ്പിക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമില്ല. ബോബേട്ടൻ ഓൺ ആംഗ്രി മോഡ്. നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് കേട്ടോ. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതല്ലേ? നിറയെ കിട്ടിയതാ, നിറയെ കിട്ടി. അനാമസൊക്കെ ഒരു രക്ഷയില്ല. സൈസ് നോക്ക്, എന്താ സൈസ്, എന്താ സൈസ് അനാമസ് കേട്ടോ. 2 3 4 5 6 7 8. പ്രതീക്ഷ ഉണ്ടെന്ന് വല എടുത്തിട്ട് പോവാ. ചിക്കൊക്കെ ആയല്ലോ, വല എടുത്തിട്ട് പോകാൻ വേണ്ടി വന്നത് നമ്മൾ.